ഇന്നിപ്പോ ഈ തുള്ളിക്കളിച്ച് സുധാപ്പ് പോണത് അമ്പലത്തേക്കാണ് കേട്ടാ. രാവിലെ തന്നെ ബലിയിട്ട് കഴിഞ്ഞപ്പോ നമ്മള് തിരുമംഗലം അമ്പലത്തേക്ക് പോവാന്ന് വിചാരിച്ചു. അമ്പലത്തില് എത്തി കാലൊക്കെ കഴുകാൻ വേണ്ടിട്ടൊന്ന് പോയപ്പോ കുളത്തില് നിറച്ച് മീൻ. സുധാപ്പുവിന്റെ വർത്താനൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ അമ്പലത്തേക്ക് നടന്നു. അവിടെ എത്തി പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു. അമ്പലത്തിൽ അധികം ആൾക്കാരില്ല, എന്നാലും ചെറിയൊരു തിരക്കുണ്ട്. അവിടെ തിലഹോമൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി തൊഴുതിറങ്ങി. ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ് ഈ ഒരു അമ്പലത്തില്. വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വരാറുള്ളൂ. എന്നാലും വന്നാല് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് നമ്മള്. പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ അപ്പുറത്ത് നാഗങ്ങളെ ഇരുത്തിയോടത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. തിലഹോമം കഴിപ്പിച്ചതിന്റെ ആയിരിക്കണതൊക്കെ. സുധു എല്ലായിടത്തേക്കും ഒറ്റയ്ക്ക് ഓടിപ്പോയിട്ട് തൊഴുന്നൊക്കെ ഉണ്ട്. എല്ലാവരും സുധുവിനെ തന്നെ നോക്കണുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ചുറ്റി വരുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു കല്ലെടുത്ത് വെക്കുന്ന ഒരു പണിയുണ്ട്. ഇതെന്തിനാന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അവിടെ വെക്കും. ദൈവം നടത്തി തരട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ദേവിയുടെ അവിടേക്ക് പോയി. ദേവിയുടെ അവിടെയും തൊഴുത് കഴിഞ്ഞു. സരസ്വതി മണ്ഡപത്തിന്റെ അവിടെയും തൊഴുത് കഴിഞ്ഞു. അങ്ങനെ സുധുവിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഓട്ടോയിൽ ഇങ്ങോട്ട് പോന്നു. അപ്പോഴത്തേന് സുധാപ്പ് വണ്ടിയിലിരുന്ന് ഉറങ്ങി. ഇന്നപ്പോ ഇത്രയുള്ള വിശേഷം. വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.